ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ചേതൻ സാജൻ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ചേതൻ, പ്രഭാതമായ പല കേസുകളും തെളിയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളുകൂടിയാണ് ഡോക്ടർ ഷേർലി വാസു. ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചത്. 68 വയസ്സായിരുന്നു. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫോറൻസിക് സർജനായിരുന്നു ഡോക്ടർ ഷേർലി വാസു. അന്തരിക്കുമ്പോൾ KMCT ഫോറൻസിക് വിഭാഗം HOD ആയി പ്രവർത്തിക്കുകയായിരുന്നു. വീട്ടിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയ ഷേർലി വാസുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ട്രെയിനിൽ വെച്ച് പീഡനത്തിരയായി കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം പരിശോധിച്ചത് ഷേർലി വാസുവായിരുന്നു. പ്രതിയായ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെയൊക്കെ ഷേർലി വാസു പ്രതികരണമൊക്കെ ആയി രംഗത്ത് വന്നിരുന്നു. ഫോറൻസിക് മേഖലയിൽ 35 വർഷത്തെ പരിചയ സമ്പത്തുണ്ട് വാസുവിന്. കോഴിക്കോട്, തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് കേസുകളാണ് ഷേർലി വാസു കൈകാര്യം ചെയ്തത്. നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഷേർലി വാസു നിരവധി ദേശീയ അന്തർദേശീയ മാഗസീനിൽ വരെ അവരുടെ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1982 അവർ ജോലിയിൽ പ്രവേശിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറായാണ് ജോലിയിൽ പ്രവേശിച്ചത്. പിന്നീട് 84 ഫോറൻസിക് മെഡിസിനിൽ MD ബിരുദം നേടി. ഷേർലി വാസു അന്തരിച്ചു. ഫോറൻസിക് വിദഗ്ധയാണ്. മലയാളത്തിലെ ആദ്യ ഫോറൻസിക് സർജൻ കൂടിയാണ് ഡോക്ടർ ഷേർലി വാസു. പ്രമാദമായ പല കേസുകളിലും ഇവരുടെ ഫൈൻഡിങ്സ് ആയിരുന്നു നിർണായകമായത്, വഴിത്തിരിവായത്. ആ രീതിയിൽ കൂടി ഷേർലി വാസുവിനെ ഓർമ്മിക്കേണ്ടതുണ്ട്.